വയനാട് ദുരന്തത്തിൽ കേരളത്തിന് അർഹമായ സാമ്പത്തിക സഹായം നൽകാത്ത കേന്ദ്ര നിലപാടിനെതിരെ LDF സംസ്ഥാന വ്യാപകമായി പ്രതിഷേധവും ധർണയും നടത്തുന്നു. തിരുവനന്തപുരത്ത് രാജ്ഭവന് മുന്നിൽ നടന്ന പ്രതിഷേധ സമരം CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. വയനാട് പുനരധിവാസം ലോകത്തിന് തന്നെ മാതൃകയാകുന്ന രീതിയിൽ സംസ്ഥാന സർക്കാർ നടപ്പാക്കുമെന്ന് MV ഗോവിന്ദൻ പറഞ്ഞു. കേന്ദ്രം കേരളത്തോട് കാട്ടുന്നത് രാഷ്ട്രീയ വിവേചനമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. വിവരങ്ങളുമായി അൺഫിൽ ഡിസൂസ ചേരുകയാണ്. അൺഫിൽട്ട് എത്രത്തോളം ശക്തമായൊരു പ്രതിഷേധമാണ് കാണാൻ സാധിച്ചത്? MV ഗോവിന്ദൻ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്? സർക്കാർ കേന്ദ്ര സർക്കാർ രാഷ്ട്രീയ വിവേചനം കാട്ടുന്നുവെന്ന് ആരോപിച്ച് ഏറ്റവും പ്രധാനമായി ഉയർത്തിക്കാട്ടിയത് വയനാട് പുനരധിവാസം സംബന്ധിച്ച് കേന്ദ്രത്തിൽ നിന്ന് യാതൊരു സഹായവും മാസങ്ങൾ പിന്നിട്ടിട്ട് പോലും യാതൊരു സാമ്പത്തിക സഹായവും ലഭ്യമായിട്ടില്ല. പ്രധാനമന്ത്രി ഇവിടെ വന്നു പോയി കാര്യങ്ങളൊക്കെ തിരക്കി അന്വേഷിച്ചു, കൃത്യമായ റിപ്പോർട്ട് സംസ്ഥാനം കേന്ദ്രത്തിന് സമർപ്പിക്കുകയും ചെയ്തു. പക്ഷേ എന്നിട്ടും നിരവധി തവണ മുഖ്യമന്ത്രി നേരിട്ട് പോയി കണ്ടു, കാര്യങ്ങൾ പറഞ്ഞു. ഇവിടെ ചീഫ് സെക്രട്ടറി അടക്കം ഉദ്യോഗസ്ഥ സംഘം നിരവധി തവണ കേന്ദ്ര ധനമന്ത്രിയെ കണ്ടു സംസാരിക്കുന്നു. പക്ഷേ അപ്പോഴും കേന്ദ്രത്തിൽ നിന്ന് ഒരു അനുകൂല സമീപനമോ ഒന്നും ഉണ്ടാകാത്തൊരു സാഹചര്യം. അതാണ് കേരളത്തോട് കാട്ടുന്നത് രാഷ്ട്രീയമായൊരു വിവേചനം തന്നെയാണ് എന്ന് ആരോപിച്ചുകൊണ്ടാണ് വിവിധ വിഷയങ്ങൾ ഉയർത്തിക്കാട്ടിയതിൽ പ്രധാനമായും ഉയർത്തിക്കാട്ടുന്നത് കേരളം വയനാട് പോലൊരു ദുരന്തം ഉണ്ടായിട്ട് പോലും കേന്ദ്രത്തോട് ഈ രീതിയിലൊരു അവഗണന കേന്ദ്രം കാട്ടുന്നു. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് സംസ്ഥാന വ്യാപകമായാണ് ഇടതുമുന്നണിയുടെ ധർണയും പ്രതിഷേധവും സംഘടിപ്പിച്ചത്. തിരുവനന്തപുരത്ത് രാജ്ഭവന് മുന്നിലായിരുന്നു പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചത്. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. മറ്റ് ജില്ലകളിലൊക്കെ തന്നെ കളക്ടറേറ്റുകൾ കേന്ദ്രീകരിച്ചായിരുന്നു പ്രതിഷേധ ധർണയും മാർച്ചുമൊക്കെ ഉണ്ടായത്. ഇവിടെ പ്രധാനമായും ഉയർത്തിക്കാട്ടിയത് സംസ്ഥാനം നിരവധി തവണ കേന്ദ്രത്തോട് അഭ്യർത്ഥിച്ചു, പക്ഷേ അപ്പോഴും അനുഭാവപൂർവ്വമായ നടപടി ഉണ്ടായിട്ടില്ല. ഇതിനു മുമ്പ് തന്നെയും ഈ ഇടതുമുന്നണി സർക്കാർ എന്നാണോ കേരളത്തിൽ അധികാരമെത്തിയത്, കേന്ദ്രത്തിൽ നരേന്ദ്രമോദി സർക്കാർ വരുന്ന ആ കാലം മുതൽ ഇത്രയും വർഷം മുഴുവനും വിവിധ കാരണങ്ങളാൽ സാമ്പത്തികമായി കേരളത്തിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആനുകൂല്യങ്ങളും മറ്റ് ഗ്രാന്റുകളും ഒക്കെ തന്നെ ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് കേന്ദ്രം വെട്ടിച്ചുരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കൊല്ലത്തിൽ 64,000 കോടി രൂപയുടെ ഗ്രാന്റാണ് കേരളത്തിൽ വെട്ടിക്കുറച്ചത്. ഈ രീതിയിലുള്ള കണക്കുകൾ നിരത്തിയായിരുന്നു MV ഗോവിന്ദൻ സംസ്ഥാനത്തിനുള്ള പ്രതിഷേധം അറിയിച്ചത്. മാത്രവുമല്ല, കേന്ദ്രത്തിന്റെ എന്താണോ പുനരധിവാസം കൊണ്ട് വയനാട് പുനരധിവാസം കൊണ്ട് കേരളം ഉദ്ദേശിക്കുന്നത് 2000 പേർക്ക് വീടുകൾ നിർമ്മിച്ചു നൽകുന്ന രീതിയിലുള്ള ഒരു ടൌൺഷിപ്പാണ്. ഇത് സാധാരണ ലൈഫ് മിഷനിൽ നൽകുന്ന രീതിയിലുള്ള വീടുകളോ അല്ലെങ്കിൽ ലക്ഷം വീട് കോളനിയിലുള്ളതുപോലുള്ള വീടുകളോ അല്ല. ഇത് ഏറ്റവും മികച്ച രീതിയിൽ ലോകത്തിന് തന്നെ മാതൃകയാകുന്ന രീതിയിൽ എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളുമുള്ള മെച്ചപ്പെട്ട രീതിയിലുള്ള, അതായത് 2000 പേരാണെങ്കിൽ ആ നഷ്ടപ്പെട്ട എല്ലാവർക്കും അതേ രീതിയിൽ ഒരു ടൌൺഷിപ്പാണ് നിർമ്മിച്ചു കൊടുക്കുന്നത്. ഇവർക്ക് ആരാധനാലയങ്ങൾ, സ്കൂളുകൾ, കോളേജുകൾ, അതോടൊപ്പം തന്നെ ലൈബ്രറികൾ, മറ്റെല്ലാ സൗകര്യങ്ങളും അടിസ്ഥാനമായ എല്ലാ സൗകര്യങ്ങളും നൽകുന്ന രീതിയിലുള്ള മെച്ചപ്പെട്ട ഒരു ടൌൺഷിപ്പ്. കേന്ദ്രത്തിന്റെ ധനസഹായം ഇല്ലെങ്കിൽ കൂടിയും ഈ പുനരധിവാസത്തിൽ നിന്ന് സംസ്ഥാനം മുന്നോട്ട് പോവുകയില്ല, അത് നടപ്പാക്കുക തന്നെ ചെയ്യും. പക്ഷെ അതേസമയം കേരളം ആവശ്യപ്പെടുന്ന 2214 കോടി രൂപ എന്നാണ് കേരളം ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. അത് കേന്ദ്രം നൽകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇതിനെതിരെ പ്രതിഷേധം എന്ന രീതിയിൽ ഇപ്പോൾ തുടങ്ങുന്നു. ഇതിനപ്പുറത്തേക്ക് നിയമപരമായും ജനങ്ങളെ സംഘടിപ്പിച്ച് ജനകീയ പ്രതിഷേധവും സംഘടിപ്പിക്കുമെന്നാണ് പറഞ്ഞത്. ഇവിടെ തിരുവനന്തപുരം രാജ്ഭവനിൽ മറ്റ് ജില്ലയിലുള്ള എല്ലാ LDF നേതാക്കളും, CPM നിന്ന് പന്ന്യൻ രവീന്ദ്രൻ അടക്കമുള്ള എല്ലാ ജില്ലാ നേതാക്കളും, ആനാവൂർ നാഗപ്പൻ സംസ്ഥാന VJOY, CPM ജില്ലാ സെക്രട്ടറി VJOY അടക്കമുള്ള ജില്ലാ നേതാക്കൾ പങ്കെടുത്തുകൊണ്ടായിരുന്നു പ്രതിഷേധ ധർണ. മറ്റ് ജില്ലകളിലൊക്കെ കളക്ടറേറ്റുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇടതുമുന്നണി പ്രതിഷേധ ധർണ നടത്തിയത്. ഒപ്പം തന്നെയും ഈ LDF നടത്തുന്ന കേരളത്തിന്റെ ആവശ്യം മുൻനിർത്തിയാണ് പ്രതിഷേധം. അത് കേരളത്തിലെ പൊതുവായൊരു ആവശ്യമാണ്. ഈ ആവശ്യം മുൻനിർത്തി ഇത്തരത്തിലൊരു പ്രതിഷേധം നടത്തുമ്പോൾ UDF ഇതിൽ പങ്കെടുക്കണമായിരുന്നു. UDF വിട്ടുനിന്നതിനെ വിമർശിച്ചുകൊണ്ടും CPM സംസ്ഥാന സെക്രട്ടറി രംഗത്ത് വന്നു. UDFന് ഈ ഒരു വിഷയത്തിൽ ഇരട്ടത്താപ്പാണ്. എന്തുകൊണ്ട് കേരളത്തിലെ പൊതുവായ ആവശ്യത്തിന് പ്രതിപക്ഷ നിലയിൽ പ്രതിഷേധത്തിൽ കേരളത്തിൽ നടത്തുന്ന പ്രതിഷേധത്തിൽ UDF എന്തുകൊണ്ട് പങ്കെടുക്കുന്നില്ല എന്ന ചോദ്യവും ഇടതുമുന്നണി CPM സംസ്ഥാന സെക്രട്ടറി ഉന്നയിക്കുകയാണ്. അതേസമയം ഇന്ന് CPM സംസ്ഥാന വ്യാപകമായി LDF നടത്തുന്ന ഈ പ്രതിഷേധ ധർണയിൽ വിമർശിച്ചുകൊണ്ട് പ്രത്യക്ഷത്തിൽ വിമർശിക്കുകയല്ല എങ്കിൽ കൂടിയും എന്തുകൊണ്ട് ഈ ധർണയിൽ പങ്കെടുത്തില്ല എന്ന് പ്രതിപക്ഷ നേതാവിനോട് മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ അതിന് അദ്ദേഹം കൃത്യമായി മറുപടി പറയുന്നുണ്ട്. വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട് കേരളത്തിന് അർഹമായ സാമ്പത്തിക സഹായം കേന്ദ്രം നൽകുന്നില്ല. അത് കേന്ദ്രത്തോടുള്ള പ്രതിഷേധം UDFനുണ്ട്. പക്ഷേ അതേസമയം അതേ രീതിയിലുള്ള പ്രതിഷേധം അതേ തീവ്രമായി സംസ്ഥാന സർക്കാരിനോട് UDF പ്രകടിപ്പിക്കുകയാണ്. എന്തുകൊണ്ട് നഷ്ടപരിഹാരം പോലും കൃത്യമായി നൽകാനായി, അടിയന്തര ധനസഹായം കൃത്യമായി നൽകാൻ പോലും ഇപ്പോൾ സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞില്ല. ഈ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് പ്രഖ്യാപനം എന്നതിനപ്പുറത്തേക്ക് മറ്റ് നടപടിക്രമങ്ങളിലേക്ക് ഇത്രയും മാസങ്ങൾ പിന്നിട്ട് പോലും സംസ്ഥാന സർക്കാർ കടക്കുന്നില്ല. അപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് പോലും പുനരധിവാസം സംബന്ധിച്ച് ഒരു അവഗണന, ഉദാസീനതയും അലസതയുമുണ്ട്. ഒരു കാര്യക്ഷമമായ ഇടപെടൽ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല. ഈ വയനാട് പുനരധിവാസത്തിന്റെ കാര്യത്തിൽ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ഒരേ രീതിയിൽ അലംഭാവം കാട്ടുന്നുവെന്നാണ് ഈ ഒരു വിഷയത്തിൽ
പ്രതിപക്ഷ നേതാവ് വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. ശ്രീജ.